السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. ബഹുമാന്യരായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ അമരക്കാരെ, നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ഈ ആലുവയുടെ പരിസരത്ത് ശ്രീമൂലനഗരം എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, ഈ മനോഹരമായ വിശാലമായ ഈ ഗ്രൗണ്ടിൽ ഒത്തുചേർന്നിട്ടുള്ള സഹോദര സഹോദരിമാരെ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, ഇതിൻ്റെ പരിസര പ്രദേശത്തു നിന്ന് ഈ സമ്മേളനത്തെ വീക്ഷിക്കുകയും കേൾക്കുകയും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മാന്യരായ ശ്രോതാക്കളെ, സർവശക്തനായ അല്ലാഹു ഫാമിലി കോൺഫറൻസ് ലക്ഷ്യം വെക്കുന്ന സന്ദേശങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കുവാൻ, അവരെ ആലോചനാനിമഗ്നരാക്കാൻ ഈ ഫാമിലി കോൺഫറൻസിന് സാധ്യമാവട്ടെ എന്ന് അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വിഷയബന്ധിതമായി രണ്ട് സംസാരങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബിന്റെ സമാപന പ്രസംഗം കൂടി ഇവിടെ വരാനുണ്ട്. കഴിഞ്ഞ രണ്ട് സംസാരങ്ങളിലൂടെയും ഒരു ഫാമിലി കോൺഫറൻസിന്റെ ലക്ഷ്യമെന്ത് എന്ന് മനസ്സിലാകുന്ന വിധത്തിലുള്ള നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളും ശ്രദ്ധിക്കേണ്ടതായ, ഗൗരവത്തോടുകൂടി പഠിക്കേണ്ടതും ഗൗനിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കുറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഇവിടെ നിന്ന് നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾപ്പിക്കുന്നു എന്ന് പറയാനുള്ള കാരണം, നമ്മളാരും നിർദ്ദേശിക്കുന്നതല്ല ഈ പരിഹാരം. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കേണ്ടത് മനുഷ്യന്റെ സ്രഷ്ടാവായ അല്ലാഹുവാണ്. അവന്റെ ജീവിതത്തിന്റെ സകലമാന രംഗങ്ങളെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് നിർദ്ദേശിക്കാൻ അവന്റെ സ്രഷ്ടാവായ റബ്ബിനാണ് അധികാരമുള്ളത്. തെറ്റും ശരിയും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും വിവച്ഛേദിച്ചു തരാൻ കഴിവുള്ളവൻ, അതിന് അവകാശപ്പെട്ടവൻ അവനാണ്. അതുകൊണ്ടാണ് ഞാൻ ബോധപൂർവം പറഞ്ഞത്, നമ്മളത് കേൾപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും അത് പാലിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ റബ്ബ് നമുക്കിങ്ങനൊരു ജീവിതം നൽകി. നമ്മളറിയാതെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു. ഇവിടെ കളിച്ചും രസിച്ചും രമിച്ചും തീർന്ന് പോകാനുള്ളതല്ല ഈ ജീവിതം. ഈ ജീവിതത്തിനൊരു ലക്ഷ്യബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിലേക്ക് വന്നവരും ഇത് കേൾക്കുന്നവരുമൊക്കെ ആ അർത്ഥത്തിൽ ജീവിത വിജയങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണല്ലോ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ കാതൽ എന്താണ്? ഇവിടെ കുറെ സാമ്പത്തികമായി ഉയരുക എന്നതാണ്.
ഇവിടെ ഒരു കുടുംബജീവിതം മനോഹരമായി നിർവഹിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നതാണ്. നാം വിചാരിക്കുന്നത് പോലെ, സങ്കല്പിക്കുന്നത് പോലെ ഈ നൈമിഷികമായ, നശ്വരമായ, തുച്ഛമായ ഈ ഐഹികമായ ജീവിതത്തിന്റെ പളപളപ്പ് കണ്ട് ഒരു സന്തോഷ പുളകിതമായ ജീവിതം നയിച്ചാൽ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാകും? ഇല്ല സഹോദരങ്ങളെ, ഒരിക്കലുമില്ല. ഈ ലോകം വിട്ട് നമുക്ക് പാരത്രികമായ ലോകത്തിലേക്കുള്ള ഒരു യാത്ര നിർബന്ധമാണ്. ആ യാത്രയാണ് മരണം. ഇവിടെ ജനിച്ചവർ നിർബന്ധമായും മരിക്കുമെന്ന കാര്യത്തിൽ ലോകത്താർക്കും തർക്കമില്ല. അങ്ങനെ ഞാനും നിങ്ങളും മരണത്തോടുകൂടിയുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ കേവലം 20, 30, 40, 50, 60 അല്ലെങ്കിൽ അല്പം കൂടി മുന്നോട്ടുള്ള വർഷങ്ങളോ നമുക്ക് ജീവിക്കാൻ ഈ പരീക്ഷണശാലയാകുന്ന ഭൂമിയിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അവസരം തന്നേക്കാം. ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്നതാണ്. സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ പറയുന്നത്, നമുക്കൊരു ചെറിയ കാലമാണ് ഈ ഭൂമിയിൽ കിട്ടുക. ഈ ഭൂമിയിൽ കിട്ടുന്ന സമയം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ കുറിച്ച് ശരിയാവണ്ണം പഠിക്കുകയും അവന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്യന്തികമായ ഒരു വിജയമാകുന്ന പാരത്രിക ലോകമെന്ന് പറയുന്ന ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. ഇവിടെ അനുവദിച്ചു തന്ന കാലം നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം, തർക്കമില്ല. ഇവിടെ റബ്ബ് നമുക്ക് അനുവദിച്ചു തന്ന കാലം നമുക്ക് ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണം, തർക്കമേയില്ല. പക്ഷേ ഇതൊന്നുമല്ല ശാശ്വതമായ ജീവിതം. വരാനിരിക്കുന്ന പാരത്രികമായ ലോകമാണ്. അവിടെ വിജയിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ, ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ് എന്നതാണ് ഈ കുടുംബമായി വന്നു നിൽക്കുന്ന ഈ സദസ്സിന്റെ മുമ്പിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കേട്ട ഓരോ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഈ ഐഹികമായ ലോകത്ത്, ബാഹ്യമായ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തിരുത്താനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പരലോകത്തിന്റെ വിജയം കൂടി നിർണയിക്കുന്ന, അല്ലെങ്കിൽ ഉറപ്പായും നിർണയിക്കാൻ കാരണമായി മാറുന്ന ചില കാര്യങ്ങളാണ്. പ്രപഞ്ചത്തിന്റെ നാഥനായ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതിന്റെ ലക്ഷ്യം, ലോകരക്ഷിതാവായ അല്ലാഹു തആല പറഞ്ഞത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്നതാണ്. എന്നാൽ ലോകത്തെല്ലാവരും അല്ലാഹുവിനെ ആരാധിക്കുന്നവരാണോ? അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണോ? ഉത്തരം അല്ല, ഇല്ല എന്നു തന്നെയാണ്. പക്ഷെ അല്ലാഹു തആല പറഞ്ഞത്, എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യരെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചു വിട്ടത് എന്ന് അല്ലാഹു സംശയത്തിനിടമില്ലാതെ ഖുർആനിൽ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ അത് പറയുമ്പോൾ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി ലോകത്തിന്റെ രക്ഷിതാവ് പറഞ്ഞിട്ടാണ് അവനെ ആരാധിക്കാൻ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കാര്യം മനുഷ്യന്റെ മുമ്പാകെ പഠിപ്പിക്കുന്നത്. ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലേക്ക് എത്തിയാൽ അതിന്റെ 21, 22 വചനങ്ങൾ എത്തുമ്പോ മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നത്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുൽ ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു വിഷയം അവതരിപ്പിക്കുന്നത്. മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ഓ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചവനാരാ? നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാരാ? അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അപ്പൊ എല്ലാ ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം അവിടെ മാറ്റി നിർത്തുകയാണ്. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചതാരാ? ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അല്ലെ, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പുള്ള നിങ്ങളുടെ ഉപ്പാപ്പമാരെ, ലോകത്ത് കടന്നുപോയ 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാരെ, നമ്മുടെ ആദ്യ പിതാവാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടക്കം ഇനി ലോകം അവസാനിക്കുന്നന്ന് ജനിച്ചു വീടാനുള്ള കുഞ്ഞുവരെയുള്ളവരെ സൃഷ്ടിക്കുന്നതാരാ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബാണ്. അപ്പൊ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാരോ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് ഭൂമി ഉരുണ്ടതാണെങ്കിലും നിങ്ങൾക്ക് വിധാനിച്ചു തന്നവൻ അവനാണ്.
വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി നിർത്തി തന്നവൻ അവനാണ്. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നതും അവനാണ്. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങളുടെ ഉപജീവന മാർഗമായി ആ വെള്ളം ആകാശത്തു നിറങ്ങി ഈ ഭൂതലത്തിൽ നിങ്ങൾക്ക് വേണ്ട ഉൽപാദനങ്ങളെ ഉൽപാദിപ്പിച്ചു തന്നവനും അവനാണ്. ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ആ റബ്ബിന് നിങ്ങള് സമന്മാരെ വെക്കരുത്, സമന്മാരെ നിശ്ചയിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, നിങ്ങളെ സംവിധാനിച്ചത്, ഈ ഭൂമിയെ വിധാനിച്ചു തന്നത്, ആകാശത്തെ മേൽക്കൂരയാക്കി നിർത്തി തന്നത്, അവിടെ നിന്ന് വെള്ളമിറക്കി തന്നത്, ഉൽപാദനങ്ങളെ ഉൽപാദിപ്പിച്ചു തന്നവൻ, ഇതൊക്കെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സ്രഷ്ടാവാണെങ്കിൽ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ആ റബ്ബിന് നിങ്ങൾ പകരക്കാരെയോ സമന്മാരെയോ നിശ്ചയിക്കരുത് എന്ന് 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21-22 വചനങ്ങളിൽ അല്ലാഹു തആല മാനവ കുലത്തെ വിളിച്ച്, മനുഷ്യരെ വിളിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ സ്രഷ്ടാവ് എന്ന റബ്ബ്, അല്ലേ, എല്ലാം സംവിധാനിക്കുന്നു എന്ന ആ റബ്ബ്, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്ന റബ്ബ്, തെറിച്ചു വീണ ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമൊത്ത ബീജത്തെ എടുത്ത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ 3 ഇരുട്ടറക്കുള്ളിൽ ആ ഭിത്തിയിൽ അട്ടയെ പോലെ തൂങ്ങിപ്പിടിച്ചു നിൽക്കുന്ന ഘട്ടത്തിലൂടെ മാംസപിണ്ഡമാക്കി എല്ലുകൊടുത്ത് മാംസം കൊണ്ട് പൊതിഞ്ഞ് അതേ ഈ കാണുന്ന മനോഹരമായ രൂപമാക്കി തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ്, അവനെ പോലെ ലോകത്ത് ഒന്നുമില്ല. അവനാണ് സൃഷ്ടാവ്, അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാ എല്ലാം നിയന്ത്രിക്കുന്നവൻ, അവനാണ് എല്ലാം സംവിധാനിക്കുന്നവൻ, അവനാ നമ്മെ ജനിപ്പിച്ചവൻ, അവനാ നമ്മെ മരിപ്പിക്കുന്നവൻ. അതുകൊണ്ട് അവനെ പോലെ ലോകത്തൊന്നുമില്ല. അതല്ല എടുത്തു പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈ, അതെ, അവന് തുല്യനായി ഒന്നുമില്ല, റബ്ബിന് തുല്യനായി ഒന്നുമില്ല. വഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടാവ് അവനാണ്, സംവിധാനിച്ചത് അവനാണ്, എല്ലാം സംവിധാനിച്ചൊരുക്കി തന്നത് അവനാണ്. അവനെ പോലെ ലോകത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവന് മരണമില്ല, മയക്കമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല. ആയത്തിൽ കുർസിയൊക്കെ നമുക്കറിയുന്നതാണ്, ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അങ്ങനെയുള്ള ലോകത്തിന്റെ രക്ഷിതാവായ നമ്മുടെ സൃഷ്ടാവായ നമ്മെ പടിപടിയായി വളർത്തുന്നവനായ ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ട് മുത്ത് നബിയോട് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു പറയാ, ഓ നബിയെ, പ്രഖ്യാപിച്ചു കൊടുക്കൂ നബിയെ, പറഞ്ഞു കൊടുക്കൂ നബിയെ. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഓ നബിയെ, അല്ലാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തെ പഠിപ്പിക്കൂ നബിയെ. എന്താ പറയേണ്ടത്, എന്താ പഠിപ്പിക്കേണ്ടത്? നിങ്ങൾ എന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്നോട് നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം, എന്നോട് നിങ്ങൾ ദുആ ചെയ്യണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അല്ലാഹു പറയാ, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. ഇവിടെ വന്നവർ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്തിന്റെ രക്ഷിതാവായ കാരുണ്യവാനായ അർറഹ്മാനായ അർറഹീമായ അൽവദൂദായ അൽഗഫൂറായ ഏറെ പൊറുക്കുന്നവനായ കാരുണ്യത്തിന്റെ നിധിയായ അതേ കാരുണ്യവാനായ റബ്ബ് പറയാ, എന്നോട് മാത്രമാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അങ്ങനെ നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ, എന്നോട് ദുആ ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കാരമോ അഹന്തയോ കിബറോ കാണിച്ചാൽ അവർ എന്നെ ആരാധിക്കുന്നതിൽ കിബർ വെച്ചവരാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ അഹന്ത കാണിച്ചവരാണ്. അല്ലദീന യസ്തക്ബീറൂന അൻ ഇബാദതി, എങ്ങനെ ആരെങ്കിലും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അഹന്ത കാണിച്ചാൽ, അങ്ങനെയാണ് അല്ലാഹു പറയുന്നത്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അവർ 2 പദം അവിടെ പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. രണ്ടാമത് ആയത്തിന്റെ ബാക്കിയിൽ അല്ലാഹു പറയുന്നത്, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും, അവിടെ കിടന്ന് എരിയേണ്ടി വരുമെന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്.
ഈ ആയത്ത് ഓതി കൊടുത്തിട്ടാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബ കിറാമിന്റെ മുമ്പിൽ പറയുന്നത് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാകുന്നു ആരാധന. ആരാധന ഇബാദത്തിന്റെ മജ്ജയും അതിന്റെ ഏറ്റവും പ്രധാന ഭാഗവുമാണ്. അല്ലെങ്കിൽ അതുതന്നെയാണ് എന്ത് ദുആ എന്ന് പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് ലഹു ദഅവത്തുൽ ഹഖ്, ആ ദുആ, ആ പ്രാർത്ഥന അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനുള്ളതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ മറ്റേതെങ്കിലും ആളുകളോടോ ശക്തികളോടോ ആരെങ്കിലും ദുആ ചെയ്താൽ ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അവർ ഉത്തരം കിട്ടാത്തവരോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുകയില്ല. അല്ലാത്ത ആരോട് ദുആ ചെയ്താലും അതിന് ഉത്തരം കിട്ടുകയില്ല എന്ന് പറയുന്നത് ഖുർആനാണ്. അങ്ങനെയുള്ള ആളുകളോട് ദുആ ചെയ്യുന്നവർ, അവരുടെ ഉപമ ഏതുപോലെയാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്. ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളമുള്ള സ്ഥലത്തേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. എങ്ങനെ നമുക്ക് മനസ്സിലാകാനാണ് ഏറ്റവും സിമ്പിളായ ഉദാഹരണങ്ങൾ അല്ലാഹു തൗഹീദ് പഠിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിൽ ഈച്ചയുടെ ഉദാഹരണം കൊണ്ടുവന്നിട്ടുണ്ട്, എട്ടുകാലിയുടെ ഉദാഹരണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ ഇത്ര നിസ്സാരമായ ജീവികളെ കൊണ്ട് അല്ലാഹു ഉപമ കാണിച്ചു തരുന്നത്? മനുഷ്യന്റെ ബുദ്ധിയെ തട്ടിയുണർത്താനാണ്. ഒരു ഈച്ചയെ വെച്ചുകൊണ്ട് പോലും അല്ലാഹു തൗഹീദ് പഠിപ്പിക്കുന്നത് എന്തിനാ? നിങ്ങൾ അല്ലാഹുവല്ലാത്ത ആരോടെങ്കിലും ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഉത്തരം തരുകയില്ല എന്ന് പഠിപ്പിക്കാൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറഞ്ഞത്, നിങ്ങളുടെ ഭക്ഷണ പാത്രത്തിൽ നിന്ന്, ധാന്യമണിയിൽ നിന്ന് ഒരു ഈച്ച അത് പാറി വന്ന് അതിന്റെ കാലിൽ ഇറുക്കി പിടിച്ച് ഒരു ധാന്യത്തിന്റെ കഷ്ണവുമായി പാറിപ്പോയാൽ നിങ്ങൾ ആരോട് ദുആ ചെയ്യുന്നുവോ അവർക്കത് തിരിച്ചു വാങ്ങിത്തരാൻ കഴിയില്ല. നിങ്ങൾ ആരുടെ മുമ്പിൽ ചെല്ലുന്നവോ അവർക്കും കഴിയില്ല, നിങ്ങൾക്കും കഴിയില്ല. എന്നാണ് അല്ലാഹുവിടെ പ്രയോഗിച്ച വാക്ക്. അതെ, ഈ അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ഒന്നും അതിന് സാധ്യമല്ല. അങ്ങനെ ചെറിയ ചെറിയ ജീവികളെ, പ്രാണികളെ വെച്ചുകൊണ്ട് പോലും ലോകത്തിന്റെ രക്ഷിതാവ് ഈ തൗഹീദ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് ഇട്ടുതരികയാണ്. ഇവിടെ പറഞ്ഞത് എന്താ? ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് കൈനീട്ടിയവനെ പോലെയാണ്. എന്തിനാ കൈനീട്ടിയത്? ലിയബ്ലുഗഫ, അവന്റെ വായിലേക്ക് വെള്ളമെത്താനാണ്. അവിടെ ഒരു കുടിയിൽ വെള്ളമുണ്ട്, കിണറിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ നേരെ കൈനീട്ടി വെള്ളമെന്ന് ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്താൽ ലിയബ്ലുഗഫ, വായിൽ വെള്ളമെത്താനാണ് അവൻ ആഗ്രഹിച്ചതെങ്കിൽ വമാ ഹുവ ബിബാലിഗിഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. ആരാണ് പറയുന്നത്? ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ? വമാ ദുആഉൽ കാഫിരീന, സത്യത്തെ നിഷേധിക്കുന്നവരുടെ ദുആ അല്ല, സത്യത്തെ നിഷേധിക്കുന്നവരുടെ ദുആ ഇല്ലാ ഫീ ളലാലിൻ മുബീൻ, അല്ലേ? ഇല്ലാ ഫീ ളലാൽ, അല്ല, അത് വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല, അത് വഴികേടിലാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഈ അല്ലാഹുവല്ലാത്ത ആരോടെങ്കിലും ദുആ ചെയ്തു പോയാൽ ആ ദുആ വഴികേടിലാണ് എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു വെച്ച ഉപമയാണ് ഞാൻ ഖുർആനിൽ നിന്ന് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഏറ്റവും സിമ്പിളാണ്. ഒന്നുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, വെള്ളമുള്ള ഒരു സ്ഥലത്തേക്ക് കൈനീട്ടി വെള്ളം ആഗ്രഹിച്ചാൽ അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. ഇതുപോലെയാണ് സത്യത്തെ നിഷേധിക്കുന്നവർ റബ്ബല്ലാത്ത ആളുകളോട് ദുആ ചെയ്താൽ അവരെങ്ങനെ ദുആ നടത്തുന്നു എന്നതല്ലാതെ ആ ദുആയിന് അവർക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല എന്റെയും നിങ്ങളുടെയും മുമ്പിൽ പ്രിയപ്പെട്ടവരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ജേഷ്ഠാനിയന്മാരെ, ഈ സമ്മേളനത്തെ വീക്ഷിക്കുന്നവരെ, സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസ രംഗമുണ്ടല്ലോ, അത് ക്ലിയറായി അതിൽ പിഴവുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച് ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ മറ്റാരോടെങ്കിലും ദുആ ചെയ്തു പോകാറുണ്ടോ? എന്റെ ഇബാദത്തിന്റെ ഏതെങ്കിലും വശങ്ങൾ ഞാൻ എന്റെ റബ്ബിലേക്കല്ലാതെ മറ്റാരിലേക്കെങ്കിലും തിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദുആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിലേക്ക് മാത്രമാണ് പോവേണ്ടത്. മക്കയിലെ മുശ്രിക്കുകൾ എന്നറിയപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ആളുകൾ, ഇവിടെയുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾക്കാർക്കും സംശയമില്ലാത്തതാണ്, അബൂജഹലിനെ പോലെയുള്ള ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായിരുന്നുവെന്നും ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചവരായിരുന്നുവെന്നും, പക്ഷേ അവർ കഅബാലയത്തിന്റെ പരിസരത്തെ
അടുത്തേക്ക് വന്ന് തൽബിയത്ത് ചൊല്ലി വരുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ട് അത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ഇതാര് ചൊല്ലിയ തൽബിയത്ത? മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളും ചൊല്ലുന്ന തൽബിയത്തല്ല. ഇതാര് ചൊല്ലുന്ന തൽബിയത്താണ് പ്രിയപ്പെട്ടവരെ? ഇത് മക്കയിൽ ജീവിച്ചു മരിച്ചുപോയ മുശ്രിക്കുകളായ മുത്തുനബിയെ എതിർത്ത് തോൽപ്പിക്കാൻ വന്ന അബൂജഹൽ അടക്കമുള്ള ആളുകൾ ചൊല്ലിപ്പറഞ്ഞ തൽബിയത്താണ്. അതിന്റെ അർത്ഥം ഈ സമ്മേളനത്തിന് വന്നവരൊന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഉത്തരം നൽകി വന്നിരിക്കുന്നു. നിനക്കൊരു പങ്കാളിയുമില്ല റബ്ബേ. ഇല്ല ശരീകൻ ഹുവ ലക. നിനക്കുണ്ട് ആ പങ്കാളി. ഇതാ ഒരു പങ്കാളിയുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം പങ്കാളികളുണ്ട്. അത് നിനക്കുള്ളതാണ്. എങ്ങനെ? അത് നിനക്കുള്ള പങ്കാളിയാണ്. ആ പങ്കാളിയുടെ ഉടമസ്ഥാവകാശം നിന്റെ കയ്യിലാണ്. പടച്ചവനെ, നീ കൊടുത്ത കഴിവല്ലാതെ മറ്റൊരു കഴിവും അവർക്കില്ല. ഇത് പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ കഅബാലയത്തിന്റെ ലോകത്തിൽ അല്ലാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ, ഇന്ന് ശാസ്ത്രലോകം പോലും ഭൂമധ്യരേഖയിലാണ് കഅബാലയം ഉള്ളത് എന്ന് പറയുന്ന ആ അല്ലാഹനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനത്തിന്റെ പരിസരത്തേക്ക് മുശ്രിക്കുകളായ ആളുകൾ കടന്നു വരുമ്പോ പറഞ്ഞ തൽബിയത്ത്, നിനക്ക് ആരും പങ്കാളിയില്ല റബ്ബേ. നീ ഈ പങ്കാളികൾ, ഞങ്ങൾ ഈ വെച്ച് പുലർത്തുന്ന പങ്കാളികൾ നിനക്കുള്ള പങ്കാളികളാണ്. ആ പങ്കാളികളാകട്ടെ നിന്റെ ഉടമസ്ഥാവകാശത്തിലും നിന്റെ അധീനതയിലും നീ കൊടുത്ത കഴിവിലുമുള്ളവരാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അവർ കടന്നു വന്നിരുന്നത്. ഇനി ഞാൻ പറയുന്ന മൂന്നായത്തുകൾ എന്റെ ഈ സദസ്സിലുള്ള ഓരോ ഉമ്മമാരും ഇവിടെ ഈ പരിസരത്ത് നിന്ന് കേൾക്കുന്നവരും ഈ നമ്പർ ഒന്ന് കുറിച്ചു വെച്ച് ഈ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞു പോയിട്ട് നിങ്ങളൊന്ന് തഫ്സീർ എടുത്ത് വായിച്ചു നോക്കണം. ഒന്ന്, പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ പ്രിയപ്പെട്ടവരെ 3-ാമത്തെ ആയത്താണ്. 2, 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്താണ്. 3, സൂറത്ത് ശുഅറായിലെ 26-ാം അധ്യായം ആ അധ്യായത്തിലെ 71 മുതൽ 74 വരെയുള്ള വചനങ്ങളാണ്. അതിൽ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത് എന്താ? ശരിക്കും ശ്രദ്ധിച്ചോളൂ. അന്നവർ പറഞ്ഞതാണ്. ആയത്ത് മുഴുവനും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ മർമ്മപ്രധാനമായ ഭാഗം മാത്രം സ്ക്രീനിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. എന്താണ് അവിടെ പറയുന്നത്? ഞങ്ങൾ ഈ മഹത്തുക്കളായ ആളുകളുടെ ബിംബങ്ങളുടെ മുന്നിലേക്കും പ്രതിഷ്ഠകളുടെ മുന്നിലേക്കും രൂപങ്ങളുടെ മുന്നിലേക്കും അവരെ തേടി മഹത്തുക്കളെ തേടി പോകുന്നവരുമായ ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുത്തുനബി എതിർക്കുന്ന ആളുകൾ പറഞ്ഞത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആയത്ത് പൂർണ്ണമായി സ്ക്രീനിൽ കാണുന്നുണ്ട്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. ഇതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ. ഈ ശ്രീമൂല നഗരത്തിന്റെ പരിസരത്തുള്ള മുസ്ലിങ്ങളെ, എന്നെ കേൾക്കുന്ന ലോകത്തുള്ള മുസ്ലിങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് മുസ്ലിങ്ങൾ പറയരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഖബറിൽ കിടക്കുന്ന മഹത്തുക്കളെ തേടി പോകുമ്പോ ഞങ്ങൾ ഈ ഖബറാളിയെ തേടി പോകുന്നത് ഈ ഖബറിൽ കിടക്കുന്ന ആള് റബ്ബാണ്, പടച്ചവനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല. മറിച്ച് ഇവരൊക്കെ വലിയ മഹത്തുക്കളാണ്, വലിയ മഹാന്മാരാണ്. ഇവർ പ്രിയപ്പെട്ടവരെ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ ഉമ്മമാര് പറയുന്നതാ, നമ്മുടെ ഉപ്പമാര് പറയുന്നതാ. പറയരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവർ അള്ളാഹുമായി അടുത്തവരാണ്. അള്ളാഹുവിലേക്ക് നമ്മളെ ഒരു അടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല. അതാ നിങ്ങൾ കണ്ടത്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്. ഇനി 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിലെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നത് ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അപ്പൊ ഞാൻ ഖബറിൽ കിടക്കുന്ന കെട്ടിപ്പൊക്കിയ ഖബറുള്ള ഏതെങ്കിലും മഹത്തുക്കളുടെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. മറിച്ച് ഓരോരുത്തരും ചിന്തിക്കുക, കേൾക്കുക. ഖബറിന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അല്ലാതെയുമൊക്കെ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് പറയുന്നത് ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നതാണ്.
ആയത്തിൽ കുർസിയിൽ അല്ലാഹ് പറഞ്ഞതോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. എന്താണ് അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? നോക്ക് നിങ്ങള്, എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹ് പറയാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയാ. ക്ഷീണമില്ലാത്ത, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത ഒക്കെ പറഞ്ഞിട്ട് അല്ലാഹ് ആകാശങ്ങളിൽ എന്തുണ്ടോ അത് അവന്റേതാണ്, ഭൂമിയിൽ എന്തുണ്ടോ അതും അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് പറയാം അള്ളാന്റെ അനുവാദമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ പടച്ചവന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? ശുപാർശ ഉണ്ട് നാളെ, ഒരു തർക്കമില്ല. ശുപാർശ നാളെ റബ്ബിന്റെ കോടതിയിൽ നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം കിട്ടണം. ഇല്ലാതെ ഒരാൾക്കും ശുപാർശ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ, അതേ നമ്മളൊക്കെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ധാരാളം മനുഷ്യന്മാർ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോവാണ്, ഈ ഖബർ കിടക്കുന്ന ആള്, ഈ മഹത്തുക്കളായി അറിയപ്പെടുന്നവര് പടച്ചവന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞ് അവരോട് പോയി സങ്കടം പറയുകയാണ്. ഫാമിലി കോൺഫറൻസിൽ വന്ന് കുടുംബത്തിന്റെ ഭദ്രതയെ ഒന്നുകൂടി ഭദ്രമാക്കുന്നതിനും അത് കൈവരിക്കുന്നതിനും വേണ്ടി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ, നമ്മുടെ പരലോകം നഷ്ടപ്പെടരുത്, നമ്മുടെ വിശ്വാസ രംഗത്ത് നമുക്ക് പരാജയം സംഭവിക്കരുത്. അതുകൊണ്ട് മുസ്ലിങ്ങളെ, നിങ്ങൾ ഇത് പറയരുത്, ഈ ഏർപ്പാട് നിങ്ങൾ ചെയ്യരുത്. ഈ കിടക്കുന്നവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ അവരോട് നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറയരുത് എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. മൂന്നാമത്തെ ന്യായം എന്തെന്നറിയുമോ? 26-ാം അധ്യായം സൂറത്ത് ശുഅറായിലെ 71, 72, 73, 74 വചനങ്ങൾ. അല്ല മനുഷ്യരെ, ഈ ഖബറിൽ കിടക്കുന്നവരോ മഹത്തുക്കളായി നിങ്ങൾ വിചാരിക്കുന്നവരോ, നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ദുആ ചെയ്താൽ അവർ കേൾക്കുമോ? അവർ ഉത്തരം ചെയ്യുമോ? അവർ ഉപകാരം ചെയ്യുമോ? അവർ ഉപദ്രവം നടത്തുമോ? ഈ ചോദ്യങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി സൂറത്ത് ശുഅറായിൽ 26-ാം അധ്യായത്തിൽ 74 വരെയുള്ള ആ വചനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അവർ പറഞ്ഞു, ഈ ചോദ്യങ്ങളൊന്നും ഞങ്ങളോട് ചോദിക്കേണ്ടതില്ല. ഇവർ ഉത്തരം ചെയ്യുമോ? ഉപകാരം ചെയ്യുമോ? ഉപദ്രവം വരുത്തുമോ? അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. ഖാലു, അവർ പറഞ്ഞു, ബൽ, മറിച്ച്, വജദിന അബാഅന, ഞങ്ങൾ ഞങ്ങളുടെ വാപ്പമാരെ, വല്ലിപ്പമാരെ, ഉപ്പാപ്പമാരെ, കാരണവന്മാരെ കണ്ടത്. കദാലിക യഫ്അലൂൻ. സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകും. അതേ അവർ പറഞ്ഞു, ഖാലു ബൽ വജദിന അബാഅന കദാലിക യഫ്അലൂൻ. എന്താണ് അതിന്റെ അർത്ഥം? അവർ പറയുന്നു മറിച്ച്. അതിന്റെ മേലെന്താ? ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ. നിങ്ങൾ ദുആ ചെയ്താൽ അവർ കേൾക്കുമോ? ഔ യൻഫഊനകും, നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്യുമോ? ഔ യളുറൂൻ, വല്ല ഉപദ്രവവും വരുത്താൻ അവർക്ക് കഴിവുണ്ടോ? അപ്പ മനുഷ്യന്മാരുടെ മറുപടി എന്താ? ഖാലു, അവർ പറഞ്ഞു, ബൽ, അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. വജദിന, ഞങ്ങൾ കണ്ടത്, അബാഅന, ഞങ്ങളുടെ വല്ലിപ്പമാരെ കണ്ടത്, കദാലിക യഫ്അലൂൻ, ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. പാരമ്പര്യമായി ഞങ്ങളുടെ ഉപ്പാര്, ഞങ്ങളുടെ വല്ലിപ്പമാര്, ഞങ്ങളുടെ ഉമ്മമാര് ഇങ്ങനെ ചെയ്തു പോന്നതാ ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് അതിനപ്പുറം ചിന്തിക്കാൻ ഞങ്ങളില്ല എന്ന വാദം, ഈ 3 വാദവും മുസ്ലിമേ നമ്മൾ പറയരുത്. മുഅ്മിനായ ഒരാൾ പറയരുത്, മുസ്ലിമായ ഒരാൾ പറയരുത്. ഇത് മുസ്ലിമിന്റെ ന്യായമല്ല എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ എന്റെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നത് എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർക്കുക. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ത്യാഗം സഹിച്ച് ഏറുകൊണ്ട്, അടികൊണ്ട്, അല്ലേ, പല്ല് വരെ പൊട്ടിപ്പോയി, ആ കാലിന് പരിക്കേറ്റ് ഒരുപാട് ചരിത്ര സംഭവങ്ങളില്ലേ. സഹാബാ കിറാമിനെ എത്രത്തോളം അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു ത്യാഗങ്ങളൊക്കെ, ഈ കഷ്ടപ്പാടുകളൊക്കെ? റബ്ബിന്റെ വഹ്ദാനിയത്ത് സ്വീകരിച്ച്, തൗഹീദ് അനുസരിച്ച്, ശിർക്ക് എന്ന് പറയുന്ന മഹാപാപത്തിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതം മുന്നോട്ട് നീക്കിയതിന്റെ പേരിലാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മലർത്തിക്കിടത്തി പാറക്കല്ല് നെഞ്ചത്ത് വെച്ച് കാലിൽ കയറിട്ട് വലിച്ചപ്പെടും അല്ലാഹു അക്ബർ എന്ന് പറയാൻ അവരെ പ്രേരിപ്പിച്ചതിന്റെ പിന്നിലെ വിശ്വാസത്തിന്റെ കരുത്ത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ബദർ എന്ന് പറയുന്ന യുദ്ധത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്ക്. ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആദ്യത്തെ യുദ്ധം നടക്കുമ്പോ
പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ബദറിന്റെ രണാങ്കണത്തിൽ കാൽമുട്ടുകൾ കുത്തിവെച്ചുകൊണ്ട് കച്ചത്തിന്റെ വെള്ള പോലും കാണുമാറ് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചത് എന്തെന്നറിയുമോ? അല്ലാഹുവേ ഇന്നക ഇൻ തുഹ്ലിക ആദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം. അല്ലാഹുവേ ഈ ഇസ്ലാമിൽപ്പെട്ട ഈ കൊച്ചു സംഘത്തിൽപ്പെട്ട ഈ ടീമിനെ നീ നശിപ്പിച്ചു കളഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്? ഫലാ തുഅബദു ഫിൽ അർളി അബദാ. പിന്നെ നീ ഭൂമിയിൽ ആരാധിക്കപ്പെടുകയില്ല. നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം ലോകത്തിന്റെ മുമ്പിൽ ഉണ്ടാവില്ല റബ്ബേ. അതുകൊണ്ട് ഈ തൗഹീദിന്റെ കൊച്ചു ടീമിനെ നശിപ്പിച്ചു കളയല്ലേ അല്ലാ എന്നാരാ പറയുന്നത്? ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല പറഞ്ഞുവിട്ട അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ കാൽമുട്ടുകൾ നിലത്ത് കുത്തിവെച്ച് വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന രംഗമുണ്ട്. കരയല്ലേ നബിയേ, നിങ്ങൾ കരയല്ലേ നബിയേ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന രംഗമൊന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. എന്താ പറയുന്നത്? ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നശിപ്പിച്ച് കളഞ്ഞാൽ, ശത്രുക്കളുടെ കരങ്ങൾ കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾ മരിച്ചു വീഴേണ്ടി വന്നാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന തൗഹീദിന്റെ ടീം ഭൂമിയിൽ ഉണ്ടാവില്ല അല്ലാ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു ആര്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ എതിർപക്ഷത്ത് നേതൃത്വം കൊടുക്കുന്ന അബൂജഹൽ അടക്കമുള്ള ആളുകൾ അള്ളാനെ മാത്രം ആരാധിക്കാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒന്നാമത്തെ ഭവനത്തിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചവർ പറഞ്ഞ വാക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുമ്മ ഉൻസുർ അഅസ്സൽ ജുൻദൈൻ വഅക്രമൽ ഫിഅതൈൻ വഖൈറൽ ഖബീലതൈൻ. എന്താ ഇതിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. ഇതാ ശത്രുക്കളായ മുശ്രിക്കുകളായ അബൂജഹൽ അടക്കമുള്ള ആളുകൾ പറയാ, അല്ലാഹുമ്മ അല്ലാഹുവേ ഉൻസുർ, അല്ലാഹുമ്മ ഉൻസുർ സഹായിക്കണേ അല്ലാഹ്, അഅസ്സൽ ജുൻദൈൻ രണ്ട് ടീമുകളിലെ ഇസ്സത്തുള്ള ടീമിനെ നീ സഹായിക്കണേ, ഏറ്റവും നല്ല പ്രതാപമുള്ള ടീമിനെ നീ സഹായിക്കണേ. പിന്നെ ഈ രണ്ട് ടീമുകളിലെ ഏറ്റവും മാന്യരായ ആളുകളെ നീ സഹായിക്കണേ. രണ്ട് ഗോത്രങ്ങളിലെ ഏറ്റവും നല്ല ടീമിനെ നീ സഹായിക്കണേ. അബൂജഹൽ അള്ളാനോടാ പറയുന്നത്. പിന്നെന്തിനാ ബദർ? ഈ അബൂജഹലും ടീമും സന്നിഗ്ധ ഘട്ടത്തിൽ ലോകത്തിന്റെ രക്ഷിതാവിനോട് പറയും. ചെറിയ ചെറിയ വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിനെ വിട്ട് മഹത്തുക്കളായ ആളുകളെ തേടി പോകും. അതായിരുന്നു അവർ മുശ്രിക്ക് എന്ന പദത്തിലേക്ക് പോകാനുള്ള കാരണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രാർത്ഥന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ. അല്ലാത്തൊരു ഘട്ടവും മുസ്ലിമിന്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടു. നബിയെ പറഞ്ഞു കൊടുക്കുക, പ്രഖ്യാപിക്കുക. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ ആ സംശയത്തിനിടമില്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണ്. ഇനി എന്നെ കേട്ട മുസ്ലിം ഉമ്മത്തെ, എന്നെ കേട്ട എന്റെ സോദരിമാരെ, എന്നെ കേട്ട വല്ലിപ്പമാരെ, വല്ലിമ്മമാരെ, സഹോദര സഹോദരിമാരെ, ഖുർആനിൽ നൂറുകണക്കിന് പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലേ, റബ്ബി ഇശ്റഹ് ലി സദ്രി, റബ്ബി ഹബിലി, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന റബ്ബല്ലാത്ത ഏതെങ്കിലും ഒരു നബിയോടോ ഏതെങ്കിലും ഒരു വലിയനോടോ ഉണ്ടോ? വേണ്ട. നിത്യജീവിതത്തിൽ ചൊല്ലാനുള്ള നൂറുകണക്കിന് പ്രാർത്ഥനയിൽ ഉറക്കത്തിൽ ഉണരുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, ആരെ സ്തുതിച്ചുകൊണ്ടാ, ആരോട് പറഞ്ഞുകൊണ്ടാ? അവിടുന്ന് ഒരു ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്, ആരോട് പറഞ്ഞിട്ടാ? ഇറങ്ങുമ്പോ ആരോട് പറഞ്ഞിട്ടാ? വീട് വിട്ടിറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ആരിൽ തവക്കുൽ ചെയ്തുകൊണ്ടാ? ആരോട് പറഞ്ഞിട്ടാ? പള്ളിയിലേക്ക് കയറുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് അങ്ങ് കയറുമ്പോ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, ആരോട് പറഞ്ഞിട്ടാ കയറുന്നത്? അല്ലാഹുവിനോട് ചോദിച്ചും ആവശ്യപ്പെട്ടും കയറുകയാണ്.
സുന്നത്തും ഫർളും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോ നബിയുടെ പേരിൽ സ്വലാത്ത് നിർവഹിച്ചിട്ട് അതേ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് അവന്റെ ഫളിൽ നിന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. വാഹനത്തിൽ കയറുമ്പോ, ഉറങ്ങാൻ കിടക്കുമ്പോ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് കയ്യിലേക്ക് ഊതി സൂറത്തുകൾ ഓതി. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്, അങ്ങനെയല്ലേ ഹദീസിൽ വന്നത്. ജമഅ കഫൈഹി, രണ്ട് കൈകളും ചേർത്ത് വെച്ചു. സുമ്മ നഫസ ഫീഹിമാ, രണ്ട് കൈകളിലും ഊതി. ഫഖറഅ, എന്നിട്ട് പ്രവാചകൻ ഓതി സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൽ ഇഖ്ലാസ്. ഈ മൂന്ന് സൂറത്തുകളും അള്ളാഹുവിന്റെ പ്രവാചകൻ ഓതി. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, കയ്യെത്തുന്ന ദൂരത്തൊക്കെ തടവി, എന്നിട്ട് ചെരിഞ്ഞു കിടക്ക. ഒരുപാട് പ്രാർത്ഥനയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ, അല്ലാഹുവേ ബിസ്മിക, നിന്റെ നാമത്തിലാണ്, അമൂതു, ഈ ഉറക്കത്തിൽ എന്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ എന്റെ മരണം, വഹിയ, എന്റെ ജീവിതം ഇനി ഒരിക്കൽ ഉറക്കത്തിൽ നിന്ന് രണ്ടാമത് ഉണർച്ചയിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയാണെങ്കിൽ പടച്ചവനെ നിന്റെ നാമത്തിലാണ് എന്റെ ജീവിതം, നിന്റെ നാമത്തിലാണ് എന്റെ മരണം എന്ന് പറഞ്ഞിട്ടല്ലേ മുസൽമാനെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്? അല്ലേ സുഹൃത്തുക്കളെ? എവിടെയെങ്കിലും ലോകരക്ഷിതാവായ റബ്ബിനോടല്ലാതെ ഒരു പ്രാർത്ഥനയോ ഒരു ദിക്റോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്ന് 100% ഉറപ്പാണ്. എന്തിനാ ഇത് ഫാമിലി കോൺഫറൻസിൽ ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കുടുംബജീവിതത്തിന്റെ തെറ്റലുകള്, നമ്മുടെ കുടുംബജീവിതത്തിലെ അകൽച്ചകള്, നമ്മുടെ കുടുംബജീവിതത്തിലെ പിണക്കങ്ങള് എല്ലാം തീർത്ത് ഇണക്കമാകുമ്പോ, തെറ്റിയത് മാറി നമ്മൾ ചേർന്ന് നിൽക്കുമ്പോ, നമ്മുടെ മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോ, ഇസ്ലാമിന്റെ ബേസാകുന്ന തൗഹീദ് നമുക്ക് കിട്ടാതെ പോയാൽ, ശിർക്കിൽ എങ്ങാനും നമ്മൾ പെട്ടുപോയാൽ, തൗഹീദ് നമുക്ക് മനസ്സിലാകാതെ പോയാൽ, പ്രാർത്ഥന എന്ത് എന്നറിയാതെ പോയാൽ നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. കുഞ്ഞീദ് മദനിയെ പോലെ മരണപ്പെട്ടു പോയ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കൊച്ചു ഉദാഹരണമുണ്ട്. ഒരു കിണർ ആൾമറയില്ലാത്ത കിണറാണ്. അതേ കിണർ മറച്ചു കെട്ടിയിട്ടില്ല, കല്ലുകൊണ്ടോ ഇഷ്ടിക കൊണ്ടോ പടുത്തിട്ടില്ല. ആ കിണർ നമ്മുടെ മുറ്റത്തുണ്ട്. നമ്മുടെ കുട്ടി നിരങ്ങി നിരങ്ങി നീങ്ങുന്ന കുട്ടിയാണ്. ആ കുട്ടി ഉമ്മയറിയാതെ വാപ്പയറിയാതെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിരങ്ങി നിരങ്ങി കിണറിന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിണറിന്റെ അപ്പുറത്ത് ഒരാളുണ്ട്. മുഹമ്മദോ ഇസ്മായിലോ അബൂബക്കറോ ആരോ ഒരാൾ കിണറിന്റെ അപ്പുറത്തുണ്ടെന്ന് വിചാരിച്ചോളൂ. കുട്ടിയുടെ ഉമ്മ പുറത്തേക്ക് മുറ്റത്തേക്ക് വന്നപ്പോ കുട്ടി കിണറിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. എന്നാൽ അപ്പുറം നിൽക്കുന്ന കിണറിനപ്പുറം നിൽക്കുന്ന മുഹമ്മദോ അബൂബക്കറോ ഇസ്മായിലോ ആരാവട്ടെ, ജമീലയാകട്ടെ ഫാത്തിമയാകട്ടെ, അവർ അറിഞ്ഞിട്ടില്ല. ഉടനെ കുട്ടിയുടെ ഉമ്മ അബൂബക്കറേ എന്റെ കുട്ടിയെ രക്ഷിക്കടാ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണോ? നമുക്ക് മനസ്സിലാവുന്നില്ലേ? അബൂബക്കറേ എന്റെ കുട്ടിയെ രക്ഷിക്കടാ എന്ന് വിളിച്ചു പറഞ്ഞാൽ, ഇസ്മായിലെ എന്റെ കുട്ടിയെ പിടിക്കടാ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മ പറഞ്ഞത് ഇസ്മായിലിന് കേൾക്കാൻ പറ്റണം, അബൂബക്കറിന് കേൾക്കാൻ പറ്റണം, എന്നിട്ട് തിരിയാൻ സമയം കിട്ടണം, കുട്ടിയെ പിടിക്കാൻ കിട്ടണം. അങ്ങനെ അല്ലാഹു ഒരു തൗഫീക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിമിത്തം ആ കുട്ടി രക്ഷപ്പെട്ടേക്കാം, അല്ലേ? അത് ആർക്കും തർക്കമില്ലാത്ത ഒന്നാണ്. എന്നാൽ ഈ കുട്ടിയെ കിണറിന്റെ തൊട്ടടുത്ത് വെച്ച് കണ്ടപ്പോ കുട്ടിയുടെ ഉമ്മ പറഞ്ഞത്, ബദരീങ്ങളെ എന്റെ കുട്ടി, മമ്പറന്തങ്ങളെ എന്റെ കുട്ടി, മുയ്ദി ഷേഖേ എന്റെ കുട്ടി രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മായിലിനെ വിളിച്ചതുപോലെയുള്ള വിളിയാണോ അത്? ഈ അബൂബക്കർ കിണറിന്റെ അപ്പുറം നിൽക്കുന്ന ഫാത്തിമയെ വിളിച്ചതുപോലെയുള്ള വിളിയാണോ? മുയ്ദി ഷേഖ് ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ, അതെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കിടക്കുന്ന മുയ്ദി ഷേഖ് എങ്ങനെ രക്ഷിക്കും? എങ്ങനെ രക്ഷിക്കും? ഇസ്മായിലിനെ നമ്മൾ വിളിച്ചതോ അബൂബക്കറിനെ നമ്മൾ വിളിച്ചതോ? അവർ കിണറിന്റെ അപ്പുറത്തുണ്ട്, അവർക്ക് തിരിയാം, അവർക്ക് പിടിക്കാൻ അവസരം കിട്ടിയാൽ പിടിക്കാം. അവിടെ കാര്യവും കാരണവും ബന്ധവും ഒക്കെ ഉണ്ട്. എന്നാൽ അല്ലാഹുവേ എന്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരുടെ കാര്യകാരണ ബന്ധം ആവശ്യമില്ല. പടച്ചവൻ എങ്ങനെയും രക്ഷപ്പെടുത്താം, അല്ലാഹുവിന് എങ്ങനെയും ഇടപെടാം. ആ കുട്ടി ഒരാൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കിണറിന്റെ പരിസരത്തേക്ക് വരുന്നുള്ളുവെങ്കിൽ ആ കുട്ടിയെ വേണമെങ്കിൽ അവിടെ സ്റ്റക്കാക്കി നിർത്തിക്കാം, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്. അതെ, അങ്ങനെ മുയ്ദി ഷേഖെ കാക്കണേ എന്ന് പറയുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയുന്നത് പോലെയുള്ള ഒരു പറയലാണ്. മുയ്ദി ഷേഖ് ഇവിടെ ജീവിച്ചിരിപ്പില്ല, ഈ കിണറിന്റെ പരിസരത്തില്ല, എത്രയോ വർഷങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഒരാളാണ്. എന്നാലും എന്റെ വിളി മുയ്ദി ഷേഖ് കേൾക്കുമെന്ന് വിചാരിച്ച്, മുയ്ദി ഷേഖ് ഇടപെടുമെന്ന് വിചാരിച്ച്, എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ച് വിളിക്കുമ്പോ ആ വിളിയാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള വിളി. അതുകൊണ്ട് ആ വിളി ദുആ ആണ്, അത് ശിർക്കാണ്. ഇത് മനസ്സിലാകാൻ കുറെ ബുദ്ധി വേണോ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാകാൻ കുറെ ബുദ്ധി വേണോ നമുക്ക്? അതുകൊണ്ട് ചിന്തിക്കുക. ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉമ്മമാര് നിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ ചൊല്ലി മുസല്ല മടക്കി അലമാരയുടെ മുകളിലേക്ക് വെക്കുമ്പോ, മുസല്ല വെക്കുമ്പോ ഉമ്മാന്റെ കാലൊന്ന് വഴിക്കിയാൽ, ഉമ്മ ഇതുവരെ നിസ്കാരത്തെ പറഞ്ഞത് എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ ചൊല്ലി മുസല്ലയങ്ങും മേലൊക്കെ എടുത്തു വെക്കുമ്പോ ഉമ്മാന്റെ കാലൊന്ന് വഴിക്കിയാൽ നമ്മുടെ പൊന്നുമ്മ വിളിക്കുന്ന എന്താ അറിയോ? മദിരിങ്ങളെ എന്റെ കാല്. പിന്നെ നമ്മൾ ഈ നിസ്കാരത്തിൽ ചൊല്ലിയ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രതിജ്ഞയ്ക്ക് എന്തർത്ഥമാണുള്ളത് പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് 5 നേരം പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക്, ചെറുതാകട്ടെ വലുതാകട്ടെ, റബ്ബല്ലാത്ത മറ്റേതെങ്കിലും വ്യക്തിയിലേക്കോ ശക്തിയിലേക്കോ നമ്മുടെ ദുആ പോയാൽ പിന്നെ എന്ത് തൗഹീദാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ലോകത്തിന്റെ രക്ഷിതാവ് പിന്നെ പുറത്തു തരാത്ത പാപമാണ്. എന്റെ ഭാര്യ എന്നോട് എന്തെങ്കിലും ഒരു പ്രയാസം കാണിച്ചാൽ ഞാൻ ക്ഷമിച്ചേക്കാം, പുറത്തേക്കാം. ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഭാര്യ എന്റെ റൂമിൽ, എന്റെ ബെഡിൽ എന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷനെ കണ്ടാലോ എനിക്കത് സഹിക്കാനാവില്ല. എന്റെ ഭാര്യ എന്നോട് ചെയ്യുന്ന കടുത്ത ധിക്കാരമാണത്. ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യുന്ന ഏതെങ്കിലും അവിഹിത ബന്ധമുണ്ടെങ്കിൽ കടുത്ത ധിക്കാരമാണത്. തിരിച്ചും മറിച്ചും എല്ലാം സംവിധാനിച്ചു തന്ന റബ്ബ്, വായു തന്ന, വെളിച്ചം തന്ന, ജീവൻ തന്ന, നമ്മെ മരിപ്പിക്കുന്ന, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ, അതേ നമ്മെ മരിപ്പിച്ച് അതേ പരലോകം എന്ന് പറയുന്ന ലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നമ്മോട് ആവശ്യപ്പെട്ട ഏറ്റവും വലിയ ഡിമാൻഡ് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നതാണ്. ക്യാഷിന് ചെലവില്ല, പൈസക്ക് ചെലവില്ല, ഇല്ല പ്രിയപ്പെട്ടവരെ, ശാരീരികമായി ബുദ്ധിമുട്ടില്ല. എന്നെ മാത്രം ആരാധിക്കണം, എന്നോട് മാത്രം ദുആ ചെയ്യണം. എന്നിട്ട് അത് കേൾക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ലോകത്തിന്റെ രക്ഷിതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ സ്വീകരിച്ചിട്ട് അവനോട് കാണിക്കുന്ന ഏറ്റവും കടുത്ത ധിക്കാരം അതായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അതവൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദ, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വെച്ചാൽ അവൻ എത്രയോ വിദൂരമായ വഴികേടിലാണ് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് വരാതെ സൂക്ഷിക്കണം. ഇനി 1, 2, 3 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കയ്യിൽ, നമ്മുടെ അരയിൽ, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ, ഏതെങ്കിലും ഒരു സിദ്ധനെ, ഏതെങ്കിലും ആ അർത്ഥത്തിലുള്ള ഒരാളെ സമീപിച്ച് ഒരു നൂലോ ഏലസോ വാങ്ങി കെട്ടുമ്പോ, ഈ നൂലെനിക്ക് രക്ഷ നൽകുമെന്ന് വിചാരിക്കുമ്പോ, ഈ ഏലസിന്റെ, ഈ തകിടിന്റെ കഷ്ടം എനിക്ക് രക്ഷ നൽകുമെന്ന് വിചാരിക്കുമ്പോ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് ചെയ്യുന്ന കടുത്ത ധിക്കാരമാണത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ല മൻ തഅല്ലക തമീമ, ആരെങ്കിലും മേലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്. എങ്ങനെ? ആരെങ്കിലും മേലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തവനാണ്. എന്താണ്, എങ്ങനെയാണ് ശിർക്ക് സംഭവിക്കുന്നത്? എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എപ്പോഴും നമ്മെ അറിയുന്ന, നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന ആ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബുണ്ടായിരിക്കെ ഒരു തകിടിൽ, ഒരു ഏലസിൽ അഭയം തേടുമ്പോ, മുന്നിൽ വന്ന ഒരു ജ്യോത്സ്യനെ സമീപിച്ച്, മുന്നിലെത്തിയ ഒരു സിദ്ധനെ സമീപിച്ച്, മുന്നിലെത്തിയ ഏതെങ്കിലും ഈ അർത്ഥത്തിലുള്ള മഹത്തുക്കളെ സമീപിച്ച്, ഒരു ജ്യോത്സ്യനെയോ സിദ്ധനെയോ കൈനോട്ടക്കാരനെയോ സമീപിച്ച് ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അത് സത്യപ്പെടുത്തിയാൽ, ഇയാൾ പറയുന്നത് ശരിയാണ് എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാൽ, ഫഖദ് കഫറ, അവൻ സത്യനിഷേധത്തിലായി തീർന്നു. ഏതിൽ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഇറക്കപ്പെട്ട ഖുർആനിൽ അവിശ്വസിച്ചവനായി, സത്യത്തെ നിഷേധിച്ചവനായി അവൻ മാറി. ഫഖദ് കഫറ മാ ഉൻസില
അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സൂക്ഷിക്കണേ, കരുതണേ, ജാഗ്രതയുണ്ടാവണേ. നമ്മുടെ വീട് 5 സ്ഥലത്താ, 5 സെന്റ് സ്ഥലത്താ, 10 സെന്റ് സ്ഥലത്താ, 6 സെന്റ് സ്ഥലത്താ, നമുക്ക് അത്രേ സ്ഥലമുള്ളൂ. അവിടെ ഒരു വീട് വെക്കണം. അങ്ങനെ വീട് വെച്ചു. ഈ പറഞ്ഞ ഏതെങ്കിലും ഖബറിൽ കിടക്കുന്ന മഹത്തുക്കളുടെ അടുത്ത് പോയി അതിന്റെ പരിപാലന കമ്മിറ്റിയിൽപ്പെട്ടവർ, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, സിദ്ധന്മാർ, ജ്യോത്സ്യന്മാർ, ഹോജമാർ, ആരുമാവട്ടെ, ബീവിമാർ, അവർ വന്നിട്ട് പറയാ, ഇല്ല, നിങ്ങളുടെ അടുക്കള ശരിയല്ല, നിങ്ങളുടെ അടുക്കള ഒന്ന് പൊളിച്ചു മാറ്റണം, എന്നാലേ നിങ്ങളുടെ ഉമ്മാന്റെ അസുഖം മാറുള്ളൂ. ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ മാറാപ്പുകൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊണ്ടുവരുന്നവർ സൂക്ഷിക്കണേ. നമ്മുടെ ജീവിതത്തിൽ അന്ധവിശ്വാസവും ഏറ്റവും കടുത്ത പാപമായ ശിർക്കും വന്നു ഭവിക്കാതെ സൂക്ഷിക്കണം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നേർച്ചയും വഴിപാടുകളും അർച്ചനകളും അർപ്പിക്കുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ പേരിലല്ലാതെ നമ്മൾ ഒരു നേർച്ചയും ചെയ്യരുത്. നേർച്ചയുണ്ട് ഇസ്ലാമിൽ, അത് അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ പേരിലാകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മൃഗത്തെ നിങ്ങൾ ബലിയറുക്കുമ്പോ, ബലി പെരുന്നാളിന് മാത്രമല്ല വേറെ ഏത് സമയത്തുമാകട്ടെ, ഒരു മൃഗത്തെ നിങ്ങൾ ബലിയറുക്കുമ്പോ ആ ബലികർമ്മം അത് ഇന്ന ബദരീങ്ങളുടെ പേരിൽ എന്ന് പറഞ്ഞാൽ, മുയ്ദി ഷേഖിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ, ഇന്ന ആണ്ടിന്റെ പേരിൽ എന്ന് നിയത്ത് വെച്ചാൽ കടുത്ത പാപമായി മാറും. നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു ശപിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ പേരിലല്ലാതെ ബലിയറുത്തവനെ. എങ്ങനെ? അല്ലാഹുവിന്റെ പേരിലല്ലാതെ ബലിയറുത്തവനെ. ഈ രംഗമൊക്കെ നമ്മൾ സൂക്ഷിക്കണം. സത്യം ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പേരിൽ മാത്രമാണ് സത്യം ചെയ്യേണ്ടത്. മൻ ഹലഫ ബിഗൈരില്ലാ, അല്ലാഹുവിന്റെ പേരിലല്ലാതെ ഒരാൾ സത്യം ചെയ്താൽ ഫഖദ് കഫറ ഔ അശ്റക, ഒന്നില്ലെങ്കിൽ അവൻ ശിർക്ക് വെച്ചവനാണ്, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ കുഫ്ർ സംഭവിച്ചവനാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. എങ്ങനെ പറഞ്ഞത്? മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് കഫറ ഔ അശ്റക, അല്ലാഹുവിന്റെ പേരിലല്ലാതെ എങ്ങനെ പ്രിയപ്പെട്ടവരെ സത്യം ചെയ്താൽ അവൻ ശിർക്ക് വെച്ചവനോ കുഫ്ർ വെച്ചവനോ ആണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ അർത്ഥത്തിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസ രംഗത്തേക്ക് കുട്ടിക്ക് അസുഖം വരുമ്പോ, ഉമ്മക്ക് അസുഖം വരുമ്പോ, ആ വീട്ടിൽ പരീക്ഷണങ്ങൾ വരുമ്പോ അവിടെ ഒന്ന് പോയി നോക്കി, ഇവിടെ ഒന്ന് പോയി നോക്കി, ഇതൊന്ന് കെട്ടി നോക്കി, ഇതൊന്ന് കുടിച്ചു നോക്ക് എന്ന് പറയുമ്പോ അവർക്കൊക്കെ പലതും അറിയും. കളഞ്ഞുപോയത് തിരിച്ചു കിട്ടാൻ അവരെ സമീപിച്ചാൽ മതി, അവർക്ക് അങ്ങനെ അറിയാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ഒരു ആയത്തും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ അധീനപ്പെടുത്താനുള്ള കഴിവ് എനിക്കില്ല. വലൗ കുന്തു അഅലമുൽ ഗൈബ, എനിക്കെങ്ങാനും അദൃശ്യ കാര്യം അറിയുമായിരുന്നുവെങ്കിൽ ലസ്തഖ്തർതു മിനൽ ഖൈരി, ഞാൻ ധാരാളമായി നന്മ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനി യസൂ, എന്നെ ആപത്ത് ബാധിക്കുമായിരുന്നില്ല. ഇതൊക്കെ അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോ നിങ്ങൾ ചിന്തിക്കാനും നിങ്ങൾ ആലോചിക്കാനും നമ്മുടെ വിശ്വാസ രംഗം കറക്റ്റാണോ എന്ന് പരിശോധിക്കാനും വേണ്ടി മാത്രമാണ് ഏതാനും മിനിറ്റുകൾ അധികം എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രതിസന്ധിയും പ്രയാസങ്ങളും വന്നാലും നമ്മുടെ വിശ്വാസം തകർന്നാൽ എല്ലാം തകർന്നുപോയി, എല്ലാം തകർന്നുപോയി. അതുകൊണ്ട് അത് തകരാതിരിക്കാനാണ് ഈ സമ്മേളനത്തിലേക്ക് എത്തിയവർക്ക് മുഴുവനും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. നമുക്കൊരു ബിരിയാണി തയ്യാറാക്കി, സപ്പോസ് ആ ബിരിയാണിയിലേക്ക് അല്പം വിഷം വീണാൽ അതെല്ലാം നഷ്ടമായി എന്നതുപോലെ എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ദിക്റും എന്റെ പ്രാർത്ഥനയും എന്റെ മുഴുവൻ ആരാധനാ കർമ്മങ്ങളും നഷ്ടമാകും ശിർക്ക് സംഭവിച്ചാൽ. അതുകൊണ്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് നമ്മുടെ പ്രാർത്ഥന ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു വലിയ സമ്മേളനം, ഒരു മഹത്തരമായ സമ്മേളനം, എല്ലാ ജില്ലയിലും ചില ജില്ലകൾ അതിന്റെ വലിപ്പത്തിനനുസരിച്ച് 2ഉം 3ഉം ഒക്കെ ആക്കി തിരിച്ച് ഫാമിലി കോൺഫറൻസുകൾ നടക്കുമ്പോൾ, ആ ഫാമിലി കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോൾ സംഘാടകർക്ക് ഇതുവരെ നടന്ന സമ്മേളനങ്ങൾ, കടപ്പുറത്ത് 10ാമത്തെ സമ്മേളനം കഴിഞ്ഞു, ഇന്ന് കാഞ്ഞങ്ങാടും ഇവിടെയും നടക്കുമ്പോൾ 12 സമ്മേളനങ്ങൾ തീരാൻ പോകുമ്പോൾ സുഹൃത്തുക്കളെ, ഒരു സ്ഥലത്തും കടമില്ലാത്ത വിധം ഇത് കഴിഞ്ഞു പോകുന്നത് നമ്മുടെ മുന്നിലേക്ക് ഈ സമ്മേളനത്തിന്റെ ചെലവ്, ഇവിടുത്തെ ചെയർ, സംവിധാനം, ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്റ്റേജ്, ഇതിന്റെ ചെലവ്, ഈ സമ്മേളനം കഴിഞ്ഞ് നമ്മളെല്ലാവരും നമ്മുടെ വാഹനത്തിൽ കയറി വീട്ടിലേക്ക് പോകുമ്പോൾ സംഘാടകർ ഇവിടെ
അവിടെ ഇരുന്ന് അത് കണക്ക് കൂട്ടി എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിക്കുമ്പോൾ കടമില്ലാത്ത വിധം അത് രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന കളക്ഷൻ സംവിധാനത്തിൽ കാര്യമായ ഒരു തുക നിങ്ങളെല്ലാവരും കൊടുത്ത് നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി പോകുന്നത് പോലെ സംഘാടകർക്ക് കടമില്ലാത്ത വിധം ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ എല്ലാവരും വിചാരിച്ചാൽ നമ്മുടെ പോക്കറ്റ് അറിയുന്ന വിധത്തിൽ ഒരു സംഖ്യ അതിലേക്ക് നിക്ഷേപിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ഇൻഷാ അല്ലാഹ് ആ സംഖ്യ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഈ കളക്ഷൻ കഴിഞ്ഞ് എണ്ണി തിട്ടപ്പെടുത്തി ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ആ സംഖ്യ ഇവിടുന്ന് അനൗൺസ് ചെയ്യും. അള്ളാഹു നല്ല ഒരു സംഖ്യ അതിലേക്ക് കൊടുക്കാൻ നമ്മുടെ മനസ്സ് പ്രേരിതമാക്കുകയും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.